പറഞ്ഞ പോലെ നമ്മൾ നാട്ടിലെത്തി. നാട്ടിലെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ കുറച്ച് നാൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട വന്നു. അമ്മയുടെ അമ്മ മരിച്ചു. നമുക്ക് മോൾക്ക് 10 അമ്പലങ്ങളിലാണ് നമ്മൾ ചോറൂണ് നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ചക്കുളത്തമ്പലമുണ്ട്, ഗുരുവായൂർ തൊട്ട് അങ്ങനെ തുടങ്ങാനുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ മറ്റുള്ള എന്ന് വെച്ചാൽ മരണത്തിൻ്റെ പൊലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ കുറേ ദിവസം ഒന്നും എങ്ങും പോയില്ല. വന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് പത്തനാപുരത്തെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ അങ്ങ് തൃശ്ശൂർ പോകുമായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ അമ്പലത്തിലെ ചോറൂണ്, അതിൻ്റെ വീഡിയോ, എനിക്ക് ഗുരുവായൂരെ വീഡിയോ നമുക്ക് അങ്ങനെ ഒത്തിരി എടുക്കാൻ പറ്റത്തില്ല, അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കവർ ചെയ്യാനുള്ളത് ചക്കുളത്തമ്പലവും അതുപോലെ തന്നെ ചോറ്റാനിക്കര, പിന്നെ ഓച്ചിറ അമ്പലം. പിന്നെ നമുക്ക് പോകാനുള്ളത് ഓച്ചിറയിൽ പോകുമ്പോൾ എപ്പോഴും അച്ഛൻ്റെ വീട് അവിടെ ആയതുകൊണ്ട് തഴവ അച്ഛൻ്റെ വീട്. അപ്പം നമ്മൾ അവിടെ എൻ്റെ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ്റെ അനിയന്മാരെയൊക്കെ കാണാനായിട്ട് നമ്മൾ അവിടെ എല്ലാ വീടുകളിലും പോകാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പോകാനുള്ള സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ വെളുപ്പിന് തന്നെ ഇറങ്ങി കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇത്രയും അമ്പലങ്ങളിലും പോയി, അമ്പലങ്ങളൊക്കെ ഒരു 10-11 മണിയാകുമ്പോൾ അടയ്ക്കത്തില്ല. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാം കവർ ചെയ്യാൻ വേണം. ചോറൂണിനൊക്കെ ഓരോ ടൈമുണ്ട്. അപ്പോൾ ഇത്രയും അമ്പലങ്ങൾ പോകണം. അങ്ങനെ നമ്മൾ ചക്കുളത്തെത്തി റെസിപ്റ്റൊക്കെ എടുത്തു നമുക്ക് ചോറൂണിനുള്ള. എന്നിട്ട് തൊഴുത് വരുമ്പോഴത്തേനും ചോറൂണ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടില്ലേ, ഇവിടെ നമുക്ക് കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടുന്നതും പട്ടും തൊട്ടിലും കെട്ടുന്ന സ്ഥലം. അപ്പം നമ്മൾ ചിഞ്ചുവിന് വേണ്ടിയിട്ട് ഒരു തൊട്ടിലും പിന്നെ പട്ടും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ നേരെ നമ്മുടെ ചോറൂണിൻ്റെ സ്ഥലത്ത് വന്നു. കൺമണിക്ക് പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ വേറെ ഫുഡൊന്നും കൊടുത്തിട്ടില്ല. ഓരോ 10 അമ്പലങ്ങളും കഴിയേണ്ടത് കൊണ്ട് നമ്മളിങ്ങനെ ഇത് മാത്രമാട്ടോ, ഈ പ്രസാദം മാത്രം കൊടുക്കുന്നത്. വീട്ടിൽ വരുമ്പോൾ പിന്നെ മറ്റേ ഫോർമുല മിൽക്കും സെർലാക്കും ഒക്കെ മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് തൊഴണം. തൊഴുന്നതിന് ശേഷം നമുക്ക് അടുത്ത അമ്പലത്തിലോട്ട് പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ എപ്പോഴും ചക്കുളത്തമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ഈ നാഗപ്പാട്ട് പേരും നാളും പറഞ്ഞ് നടത്താറുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ചോറ്റാനിക്കരയിൽ വന്നു. അത്ര നമ്മൾ തിരക്ക് പിടിച്ച് ഓടി 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 എങ്ങനെ നമുക്ക് ഒരു ദിവസം ഇത്ര അമ്പലങ്ങളൊക്കെ കവർ ചെയ്യണം, അങ്ങനെ നടന്നു. പക്ഷെ എല്ലാം നല്ല, പിള്ളേരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. വളരെ നല്ല നല്ല സമയങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ചോറ്റാനിക്കര വന്നു. ചോറ്റാനിക്കരയിലും ഇതുപോലെ തന്നെ ചോറൂണിനെല്ലാം റെസിപ്റ്റൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ ചോറൂണ് അവിടെ പിന്നെ ഓരോ അമ്പലത്തിലും ഓരോ രീതിയിൽ. ഇവിടെ ഇവരൊരു ടീം പോലെ ആൾക്കാരുണ്ട്. അവരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത്. ഈ നിൽക്കുന്ന ഒരു ചേച്ചിയൊക്കെ ഇങ്ങനെ നിങ്ങളിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അവരാട്ടോ പറഞ്ഞു തരുന്നത്. പിന്നെ അതിൻ്റെ ചെണ്ട കൊട്ടും മറ്റേ അതൊക്കെ അവർക്കൊക്കെ പൈസ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇതും പുറത്ത് തന്നെയാണ്. ചോറൂണ് എപ്പോഴും അമ്പലത്തിന് പുറത്തിരുത്തിയാണെന്ന് തോന്നുന്നു. ഇനി വേറെ അമ്പലങ്ങളിൽ അകത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ചോറ്റാനിക്കരയിലൂടെ തൊഴുതിറങ്ങിയപ്പോഴത്തേനും നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പോകുമ്പോഴേ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു, ഉടുപ്പി റെസ്റ്റോറൻറ്റ്. പിന്നെ അവിടെ കയറി നമ്മൾ കൺമണിയുടെയും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഓച്ചിറ വന്നപ്പോൾ ഇവിടെ ഓച്ചിറക്കളിയൊക്കെ ആയിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇനി ചെറുതിലെങ്ങാനും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയിൽ ഇല്ല. ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. കാരണം സ്ഥിരമായിട്ട് അച്ഛൻ്റെ നാട് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് തവണ വന്ന ഒരു അമ്പലമാണ്. പിന്നെ എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഇങ്ങനെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഇങ്ങനെ ശ്രീകോവിൽ അങ്ങനൊന്നുമില്ല. തുറന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ എന്താ പറയുക, തുറന്ന ഉള്ള ഒരു അമ്പലമാണ്. അല്ലാതെ നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെയുള്ള അടച്ചിട്ട ഒരു ശ്രീകോവിലും അങ്ങനെയുള്ള പൂജ അങ്ങനല്ല. ഇവിടെ എല്ലാം മരത്തിൻ്റെ ഇതിലിങ്ങനെയൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ചുറ്റും തൊഴാനും പിന്നെ തേങ്ങാവെള്ളം ഒക്കെ ഇവിടെ പ്രസാദം. പിന്നെ ഈ പമ്പര ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണല്ലേ അതൊക്കെ. എനിക്ക് വരുന്നില്ല പറയാനായിട്ട്, പക്ഷേ എന്ത് രസമായിരുന്നു അല്ലേ നമ്മൾ ചെറുതിലെയൊക്കെ. അതുപോലെ തന്നെ ഈ ഐസ്ക്രീം കടകളൊക്കെ എനിക്ക് എപ്പോൾ പോയാലും ഞാൻ ഈ നമ്മുടെ അന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 10 രൂപയായിരുന്നു തോന്നുന്നു ചോക്കോബാറിന്. ആ ചോക്കോബാറിൻ്റെ മുകളത്തെ ചോക്ലേറ്റ് മാത്രമേ ഞാൻ കഴിക്കൂ. അല്ലാതെ പിന്നെ ഞാൻ കഴിക്കുന്ന ഒരു ഐസ്ക്രീം ഇതാട്ടോ, കോൺ ഐസ്ക്രീം. ഇതിൻ്റെ ഈ കപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ മറ്റേ ഐസ് ഉണ്ടല്ലോ, നമ്മുടെ ഓറഞ്ച് ഐസ് ഇങ്ങനെ ചപ്പി തിന്നുന്ന ഐസ് ഉണ്ടല്ലോ, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തായാലും ഇതൊക്കെ എനിക്ക് ഭയങ്കര മസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് അമ്പലങ്ങളിൽ ഉത്സവങ്ങൾക്കൊക്കെ പോയാൽ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. കൺമണി എപ്പോഴത്തേനും നല്ല ഉറക്കമായി. പിന്നെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അധികം നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവരെ അവിടെയൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ അതിലേ കൂടെ എല്ലാം നടന്നു. അപ്പോൾ ഈ വെള്ളത്തിലാണ് ഓച്ചിറക്കളി നടക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്ന് കുറച്ച് നേരം നിന്ന് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ ഇതാണ് എൻ്റെ കുട്ടപ്പൻ അപ്പൂപ്പൻ. അപ്പോൾ അപ്പൂപ്പൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവിടെ ഇപ്പം അപ്പൂപ്പന് 3 മക്കളാട്ടോ. അപ്പോൾ ഇളയാൾ കലാസോഷ്യൻ ഇപ്പോൾ വീട് വെച്ചായിരുന്നു.
അച്ഛനും അമ്മയൊക്കെ വന്നായിരുന്നു, പാലാച്ചൻ എല്ലാവരും വന്ന് വീടൊക്കെ കണ്ടതാണ്. ഞാൻ മാത്രം വന്ന് കണ്ടിട്ടില്ല, കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഇന്നത് കാണാൻ പറ്റി. നമുക്കപ്പോൾ വീടൊക്കെ ഒന്ന് കാണാം, പിന്നെ എല്ലാവരോടും ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം. കൺമണിയുടെ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റണം, അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അവളാകെ ഇപ്പം ഇത്ര യാത്ര വെളുപ്പിനെ എണീറ്റ് പോകുന്നതല്ലേ, ഉറങ്ങായിരുന്നു എന്ന് പറഞ്ഞാലും കുറച്ച് ടയേർഡാണ്. അപ്പോൾ അവളെ ഒന്ന് ഇവിടെ നിന്ന് വേണമെങ്കിൽ പാലൊക്കെ അവളുടെ ബോട്ടിലിൽ ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്ത്, രാവിലെ എടുത്ത പാലൊക്കെ കഴിഞ്ഞു. ഈ ഫോർമുല മിൽക്ക് എടുക്കുന്ന കാരണം അതിനകത്ത് എപ്പോഴും ഇങ്ങനെ ഒരു എണ്ണമയം പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ബ്രഷ് ഇട്ട് സോപ്പിട്ടൊക്കെ വാഷ് ചെയ്യണം. അപ്പോൾ ആ 2 ബോട്ടിലും നമ്മൾ ഇവിടെ കുഞ്ഞമ്മയുടെ അടുത്ത് കൊടുത്തിട്ട്, ലക്ഷ്മി കുഞ്ഞമ്മ, ഇതാൻ്റെ കുഞ്ഞമ്മയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. കുഞ്ഞമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് വാഷ് ചെയ്തൊക്കെ നമ്മൾ എടുത്തു. അതിനകത്തോട്ട് തന്നെ പാലൊക്കെ എടുത്തു. പിന്നെ വീടൊക്കെ കണ്ടില്ലേ, നല്ല രസമായിട്ടാട്ടോ ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, കുറേയും കൂടെ ഇനിയും ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഫുൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ജനലൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല നല്ല രീതിയിൽ ആ വീട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്മൂമ്മയും അപ്പൂപ്പനും പിന്നെ ലളിത അമ്മൂമ്മ. അതാ നിൽക്കുന്ന ചെറിയ ആളാണ് എൻ്റെ കുഞ്ഞമ്മ. സ്ഥാനം കൊണ്ട് കുഞ്ഞമ്മ ആയതുകൊണ്ടാണ്, പ്രായം കൊണ്ട് കുഞ്ഞമ്മയല്ല. അപ്പോൾ അങ്ങനെ പിന്നെ കൊച്ചച്ഛൻ സൗദിയിലാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത അപ്പച്ചിയുടെ അടുത്തോട്ട് വന്നു, മോളി അപ്പച്ചിയുടെ അടുത്തോട്ട് വന്നു. അപ്പൂപ്പൻ്റെ 2ാമത്തെ മോളായത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ബിരിയാണിയൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടുന്ന്. പിന്നെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നൊരു പരിപാടി അല്ല, അങ്ങനെയല്ല. നമ്മളെന്നാലും ഇവിടെ വന്നപ്പം വീട്ടിൽ തേങ്ങയൊക്കെ കുറവാണ്. അപ്പോൾ അപ്പച്ചി ഇവിടുന്ന് കുറേ തേങ്ങയും ചക്കയും പിന്നെന്തുവായിരുന്നു, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കൺമണിക്ക് കൊടുക്കാനായിട്ട് പാലും ഒക്കെ തന്നു വിട്ടു കേട്ടോ. പിന്നെ അപ്പച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സ്നേഹ. അച്ഛൻ ഓൺ ബ്രദർ അല്ലെങ്കിലും അപ്പച്ചിയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ്. പക്ഷേ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ഇതാട്ടോ. അപ്പച്ചി പണ്ട് ചെറുതിലെ ഞാൻ എപ്പോഴോ, എനിക്ക് ഒരു 5-6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന് ചായ കൊണ്ടോ, അതെന്താ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ചായ കൊണ്ടോ ഇങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര കാര്യമായിട്ട്, ഭയങ്കര റെസ്പെക്റ്റോടെ, നമ്മൾ ചിലർ ഭയങ്കര ഇഷ്ടത്തോടെ അവരുടെ ആങ്ങളാന്നുള്ളൊരു ഇത് ചെയ്യത്തില്ലേ. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പച്ചിക്ക് അച്ഛനോടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിവേ അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം കണ്ടില്ലേ, പേരയ്ക്ക എല്ലാം പാവം കവറൊക്കെ കെട്ടിച്ചിട്ട് ഇട്ടിരുന്നയാ, അതെല്ലാം എനിക്ക് പറിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് കൺമണിക്ക് പിന്നെ കുറച്ച് ഫുഡൊക്കെ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തു. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറൂണായതുകൊണ്ട് നമ്മൾ അല്ലാതുള്ളതൊന്നും കൊടുത്തില്ല. സെർലാക്ക് കുറുക്കി കൊടുത്തു, പിന്നെ പാലും ഒക്കെയാണ് കൊടുത്തത്. ഇടയ്ക്ക് ചെറിയ കുട്ടിയായ കാരണം ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. പിന്നെ ഇവിടുന്ന് ഞാൻ വീണ്ടും എൻ്റെ ബോട്ടിൽ ഫില്ല് ചെയ്ത് അവളുടെ പാലെടുത്തു. എനിക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഇത് തന്നെ, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ നിർത്തിയല്ലോ. അപ്പോൾ പിന്നെ ചിറ്റപ്പൻ്റെ കൂടെ ബ്രഷേട്ടൻ ചക്ക പറിക്കാനായിട്ട് തൊട്ടപ്പുറത്ത് അവരുടെ പറമ്പുണ്ട്, അങ്ങോട്ട് പോയി. അപ്പം ചക്ക പഴുത്തതും ഉണ്ട്, വേവിക്കാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിറ്റപ്പൻ നമുക്ക് മതിയെന്ന് പറഞ്ഞാലും ചിറ്റപ്പൻ ഇങ്ങനെ എത്ര തന്നാലും മതിയാവത്തില്ല. അപ്പോഴത്തേനും പുള്ളി ഇതെല്ലാം കൂടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ്, വണ്ടിയിൽ ഇനി സ്ഥലമില്ല. അതേപോലെ ഒന്നാമത് ഞാനെപ്പോൾ യാത്ര ചെയ്താലും എനിക്ക് വണ്ടി നിറച്ച് സാധനങ്ങളായിരിക്കും. തിന്നുന്നതും കുടിക്കുന്നതും മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ തുണികളും കളിപ്പാട്ടങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് എപ്പോഴും വണ്ടി, ഇപ്പം പത്തനാപുരത്ത് നമ്മൾ തൃശ്ശൂർ പോകുമ്പോഴായാലും നിറച്ച് സാധനങ്ങളായിരിക്കും. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് ഇനിയൊരു വീഡിയോ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.